പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. അനുഗ്രഹീതവും വിലയേറിയതുമായ നല്ല പ്രഭാതവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പതിവ് പോലെ ഈ പ്രഭാതത്തിലും എഴുന്നേറ്റ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നമുക്ക് ലഭിക്കപ്പെട്ട ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കരുണാമയനായ ദൈവത്തിൻ്റെ കരുണാകടാക്ഷം നമ്മുടെ മേൽ ചൊരിയപ്പെട്ടതുകൊണ്ട് വീണ്ടും ഒരു പ്രഭാതം കൂടെ നമുക്ക് കാണുവാൻ അവസരമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പ്രഭാതത്തിൽ നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് ദൈവിക ചിന്തകളെ കൊണ്ട് പരിശുദ്ധാത്മാവ് നിറയ്ക്കട്ടെ എന്നുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ഇന്നു മുതൽ ചില ദിവസങ്ങൾ ഒരു പ്രത്യേകമായ വിഷയം നിങ്ങളുമായി പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു 2 മാസക്കാലമായി പുനലൂർ കരവാളൂരിലുള്ള ഫെയ്ത്ത് സിറ്റി എന്ന് പറയുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനായിട്ട് ഞാൻ നിയമിതനായി. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ജനത്തിൻ്റെ അന്തരീക്ഷം കണ്ടപ്പോൾ ഒരു ബൈബിൾ സ്റ്റഡിക്ക്, ഒരു ബൈബിൾ ക്ലാസ്സിന് എനിക്ക് താല്പര്യം തോന്നി. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചകളിലും പകലത്തെ പ്രാർത്ഥനയിൽ യൂദയുടെ ലേഖനം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സൺഡേകളിലും എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തെ ആസ്പദമാക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 പഠന വിഷയങ്ങളാണ് അവിടെ നടത്തുന്നത്. അതിൽ യൂദയുടെ ലേഖനം നാം വായിച്ച് പഠിച്ചു വരുമ്പോൾ യൂദയുടെ ലേഖനത്തിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചില പദ്ധതികൾ, പ്ലാനുകൾ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആ രേഖപ്പെടുത്തിയതിൻ്റെ അകത്തു നിന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പഠിച്ചു വരുമ്പോൾ ധാരാളം പോയിന്റുകൾ അതിൻ്റെ അകത്ത് നമുക്ക് ലഭിക്കുവാൻ സാധിക്കും. അതിൽ ഞാൻ ഇന്നു മുതൽ ദൈവസഭയിൽ പഠിപ്പിക്കുവാൻ തുടങ്ങിയ ഒരു പോയിന്റാണ്. അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം എന്നുള്ളതാണ്. അപ്പം അതിനെ ആസ്പദമാക്കി ഞാൻ വീട്ടിലിരുന്ന് ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ധാരാളം ആശയങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി തരുവാനിടയായി. അപ്പോൾ അത് ഇന്ന് രാവിലെ ഞാൻ തിരിച്ച് നമ്മുടെ അവിടുത്തെ ചർച്ചിലെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്തൊരാശയം, എന്തുകൊണ്ട് ഈ പ്രഭാത ചിന്തയിൽ ആ ഒരു സബ്ജക്റ്റ് ആഡ് ചെയ്തുകൂടാ. അങ്ങനെ ആണ് ഈ സബ്ജക്റ്റ് നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറുണ്ട്, അത് വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്നാൽ അറിയാവുന്ന, എന്നാൽ കഴിയുന്ന നിലയിലുള്ള ഉത്തരങ്ങൾ തരുവാനായിട്ടും ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ എൻ്റെ ആ ഫ്ലയറിൻ്റെ ആ തംബ്നെയിലിൻ്റെ ഹെഡിങ് നോക്കിയാൽ അറിയാം. പ്രഭാത ചിന്ത എന്ന് പറയുന്ന അതിൻ്റെ തൊട്ട് താഴെ ക്രിസ്തുവിൻ്റെ ഉപദേശവും അപ്പോസ്തലിക ഉപദേശവും 2 വിഷയങ്ങൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ എന്താണ് ക്രിസ്തുവിൻ്റെ ഉപദേശം, എന്താണ് അപ്പോസ്തലിക ഉപദേശം, ഈ 2 ഉപദേശ വിഷയങ്ങളെ സംബന്ധിച്ച് ചില ദിവസങ്ങൾ നിങ്ങളുമായി ഈ പ്രഭാത ചിന്ത പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ കേൾക്കുന്ന ചില കേൾവിക്കാരിൽ ഇത് നിങ്ങൾക്കറിയാവുന്ന ഒരു വിഷയമായിരിക്കാം. ചിലർക്ക് ഇതറിയാത്തൊരു സബ്ജക്റ്റ് ആയിരിക്കാം. ചിലർ ഒരുപക്ഷെ ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കും. എന്തുമാകട്ടെ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ കാര്യത്തിൽ ഞാൻ ക്ഷണിക്കുകയാണ്. ഇവിടെ 2 പദങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. 1 ക്രിസ്തുവിൻ്റെ ഉപദേശം, 2 അപ്പോസ്തലന്മാരുടെ ഉപദേശം. അപ്പം നമുക്ക് ആദ്യം ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്കൊന്ന് വരാം. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് വന്ന് നമുക്ക് അപ്പോസ്തലിക ഉപദേശത്തിലേക്ക് പോകാം. കാരണം ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അകത്ത് ഒരുപാട് കൺഫ്യൂഷൻസ്,
ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ നടത്തപ്പെടുന്ന ഒരു മേഖലയാണ് ഈ രണ്ട് മേഖലകൾ. ക്രിസ്തുവിൻ്റെ ഉപദേശം, അപ്പോസ്തലിക ഉപദേശം. ചിലർ അപ്പോസ്തലിക ഉപദേശത്തെ വളരെ ഗൗരവമായി കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ പുറങ്കാലുകൊണ്ട് എറിയുന്ന പല പ്രിയപ്പെട്ടവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് പ്രാധാന്യം കൊടുക്കാതെ അപ്പോസ്തലിക ഉപദേശത്തിന് മാത്രം പ്രാധാന്യത കൊടുക്കുന്ന ധാരാളം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയരെ, അങ്ങനെയല്ല. ഈ രണ്ട് ഉപദേശത്തിനും ഞാൻ പഠിപ്പിച്ചു വരുമ്പോൾ, ഈ ചിന്തകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഫ്ലയറിനകത്ത് ഞാൻ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഇങ്ങനെ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം നമ്മുടെ പാർട്ട് 1 ക്രിസ്തുവിൻ്റെ ഉപദേശം, യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്ത, അവിടെ കൊണ്ട് ഞാൻ ആ പദം അവസാനിപ്പിക്കുന്നു. അപ്പം ക്രിസ്തുവിനൊരു ഉപദേശമുണ്ട്, ആ ഉപദേശത്തിൽ നിലനിൽക്കണം എന്ന് ലേഖകൻ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. എന്താണ് ക്രിസ്തുവിൻ്റെ ഉപദേശം? ക്രിസ്തുവിൻ്റെ ഉപദേശത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ അടുത്ത ഒരു ചിന്തയ്ക്കായി കാത്തിരിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.